അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അറബി ഭാഷയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ പഠിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദുറൂസുൽ ലുഗ അൽ അറബിയ എന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ടെക്സ്റ്റിലെ 17-ാമത്തെ പേജിൽ അതിലെ തംരീനാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എടുക്കുവാനുള്ളത്. ഈ തംരീനിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന 11ഓളം സെൻറ്റൻസുകൾ, ആ സെൻറ്റൻസുകളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി ഉൾക്കൊണ്ടു എന്നതിനെ വിലയിരുത്തുവാനുള്ള ഒരു തംരീനാണ്, പരിശീലനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അഥവാ അൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ആ പേന, ആ വീട് എന്ന അർത്ഥത്തിൽ വരുന്ന അൽ ഖലം, അൽ ബൈത്തു തുടങ്ങിയ അൽ എന്ന അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ വായനയിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയാണ് ഈ ഒരു തംരീനിലൂടെ. അതിൻ്റെ ചോദ്യമാണ് വായിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇഖ്റ വക്തുബ് മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്. അറിയാവുന്ന വാക്കാണത്. നേരത്തെ പല സ്ഥലങ്ങളിലും അത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഖ്റ, റീഡ്, വക്തുബ് ആൻഡ് റൈറ്റ്, മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്, വിത്ത് ദ കറക്റ്റ് എൻഡിങ് എന്നാണ്. മഅ ലബ്ത്ത് വിശാലമായി അതിനർത്ഥം വെക്കുകയാണെങ്കിൽ മഅ ലബ്തി, ലബ്ത്തോടുകൂടി, ഒരു വ്യവസ്ഥയോടുകൂടി എന്ന് വേണമെങ്കിൽ അതിനർത്ഥം പറയാം. അഥവാ കറക്റ്റ് ചെയ്തുകൊണ്ട്. മഅ ലബ്ത്ത് എന്ന് പറഞ്ഞാൽ വിത്ത് കറക്റ്റിങ്, കറക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥയോടുകൂടി. അവാഖിരിൽ കലിമാത്ത്, കലിമത്തുകളുടെ അവസാനങ്ങളെ, അവസാന ഭാഗത്തെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തംരീനിന് വേണ്ടി ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ, അതിലെ ഓരോ നിയമങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കും. പക്ഷേ നമ്മളത് വായിക്കേണ്ട രീതി മനസ്സിലാക്കാൻ വേണ്ടി ആ രൂപത്തിലൂടെ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇഖ്റ വക്തുബ് മഅ ലബ്തി അവാഖിരിൽ കലിമാത്ത്. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? അൽ ബാബു. ആദ്യത്തേത് അൽ ബാബു. അപ്പോൾ തംരീനിനെ എങ്ങനെയാണ്, ഈ തംരീനിൻ്റെ ചോദ്യത്തെ വായിക്കുക എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആ രൂപത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്ന ഒരു ശൈലിയാണ് ഇവിടെയും നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പീസ് റേഡിയോയിലൂടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും വായന കേൾക്കാനും അതിനെ എഡിറ്റ് ചെയ്യാനും കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം തന്നെ നമ്മളൊരു എഡിറ്റിങ്ങിന് വിധേയരാവുക. അതെങ്ങനെയാണ്? ഞാനിതിൻ്റെ അർത്ഥം പറയും. ആ അർത്ഥം ലഭിക്കുവാൻ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതാണ് നമ്മൾ ആലോചിക്കുകയും എന്നിട്ട് നമ്മൾ വായിച്ചു നോക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ഞാനത് വായിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് വിലയിരുത്തുവാനും കഴിയും. ശരി, ഒന്നാമത്തേത് ദ ഡോർ. ആ ആശയം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ നമ്മൾ വായിക്കണം. ദ ഡോർ, അല്ലെങ്കിൽ ആ വാതിൽ. ആ വാതിൽ
അല്ലെങ്കിൽ ദ ഡോർ എന്ന ആശയം ലഭിക്കുന്ന രൂപത്തിലൂടെ അതിനെ വായിക്കണം. രണ്ടാമത്തേത് ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ദ മർച്ചൻ്റ്, ആ ഒരു അർത്ഥമാണ് അതിനുള്ളത്. ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ വായിക്കണം. മറ്റൊന്ന് ആ നക്ഷത്രം. മൂന്നാമത്തേത് ആ നക്ഷത്രം. ആ നക്ഷത്രം എന്ന അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ എങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ദ സ്റ്റാർ. അടുത്തത് ആ ചന്ദ്രൻ അല്ലെങ്കിൽ ദ മൂൺ എന്നർത്ഥം വരുന്ന രൂപത്തിൽ. അഞ്ചാമത്തേത് ആ പൂവൻ കോഴി. അങ്ങനെ തന്നെ അതിനർത്ഥം പറയേണ്ടതുണ്ട്. കോഴി എന്നല്ല, ഇത് പൂവൻ കോഴിക്കാണ് പറയാം. ദ റൂസ്റ്റർ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തി കാണുന്നത്. ദ റൂസ്റ്റർ. ആ കോഴി അല്ലെങ്കിൽ ദ റൂസ്റ്റർ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അതിനെ എങ്ങനെ വായിക്കാം. അടുത്തത് ദ വാട്ടർ അല്ലെങ്കിൽ ആ വെള്ളം എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അതിനെ വായിക്കുക. അതുപോലെ ആ ബെഡ്, ആ ബെഡ് എന്നർത്ഥം വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ദ ബെഡ് എന്ന രൂപത്തിലൂടെയാണ് അത് വായിക്കേണ്ടത്. ഏഴാമത്തേതാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. എട്ടാമത്തേത് ആ വീട് അല്ലെങ്കിൽ ദ ഹൗസ് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ വായിക്കുക. ഒമ്പതാമത്തേത് ആ പള്ളി അല്ലെങ്കിൽ ദ മോസ്ക് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അതിന് വായിക്കണം. അതുപോലെ തന്നെ പത്താമത്തേത് ആ പുരുഷൻ അല്ലെങ്കിൽ ദ മാൻ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അതിന് വായിക്കാം. 11ാമത്തേത് ആ പഞ്ചസാര അല്ലെങ്കിൽ ദ ഷുഗർ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ വായിക്കുക. 12ാമത്തേത് ആ പേപ്പർ അല്ലെങ്കിൽ ദ പേപ്പർ എന്നർത്ഥം വരുന്ന രൂപത്തിൽ അതിനെ വായിക്കുക. ഇനി നമുക്ക് ഇവ ഓരോന്നിനെയും എങ്ങനെയാണ് നമ്മൾ വായിച്ചത് എന്നും നിങ്ങൾ വായിച്ചതും ഞാൻ വായിച്ചതും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ, അത് ശരിയായ രീതിയിലാണോ എന്നും വിലയിരുത്തുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനൊന്ന് വായിക്കുക? നമുക്ക് ആ വായന രീതിയിലേക്ക് നമുക്ക് വരാം. ഓരോന്നിനെയും വായിക്കുന്ന രീതിയാണ് ഇനി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത് അൽ ബാബു. അൽ ബാബു. എന്തൊക്കെ ശ്രദ്ധിക്കണം? അവസാനം അൽ ബാബു അഥവാ ഒരു ലൊമ്മാണ് വന്നത്. ആ രൂപത്തിലൂടെയാണ് അതിനെ വായിക്കേണ്ടത്. രണ്ടാമത്തേത് അത്താജിറു ദ മർച്ചൻറ്റ്. അത്താജിറു ദ മർച്ചൻറ്റ്, ആ കച്ചവടക്കാരൻ. മൂന്നാമത്തേത് അൻ നജ്മു ദ സ്റ്റാർ. ദ സ്റ്റാർ, ആ നക്ഷത്രം എന്നർത്ഥം. നാലാമത്തേത് അൽ ഖമറു. അൽ ഖമറു. നാലാമത്തേത് അൽ ഖമറു, ആ ചന്ദ്രൻ അല്ലെങ്കിൽ ദ മൂൺ എന്ന അർത്ഥം വരുന്ന വായനയാണത്. അഞ്ചാമത്തേത് അദ്ദീക്കു, ആ പൂവൻ കോഴി അല്ലെങ്കിൽ ദ റൂസ്റ്റർ. ആ പൂവൻ കോഴി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ദ റൂസ്റ്റർ, അങ്ങനെയാണ് വായിക്കുക, അദ്ദീക്കു. ആറാമത്തേത് ആ വെള്ളം എന്നർത്ഥം വരുന്ന രീതിയിൽ വായിക്കേണ്ടത് അൽ മാ ഉ. അൽ മാ ഉ ദ വാട്ടർ. ഏഴാമത്തേത് ആ ബെഡ് അല്ലെങ്കിൽ ആ കിടക്ക, എങ്ങനെ പറയാ? അസ്സരീറു. അസ്സരീറു. എട്ടാമത്തേത് അൽ ബൈത്തു ദ ഹൗസ് അല്ലെങ്കിൽ ആ വീട്. ഒമ്പതാമത്തേത് അൽ മസ്ജിദു ദ മോസ്ക് അല്ലെങ്കിൽ ആ പള്ളി. പത്താമത്തേത് അർ റജുലു ദ മേൻ അല്ലെങ്കിൽ ആ പുരുഷൻ. ആ പുരുഷൻ.
11-ാമത്തേത് അസ്സുക്കറു, ആ പഞ്ചസാര അല്ലെങ്കിൽ ദ ഷുഗർ. 12-ാമത്തേത് അൽവറഖു, ആ പേപ്പർ അല്ലെങ്കിൽ ദ പേപ്പർ. ഇതാണ്, ഈ രൂപത്തിലൂടെയാണ് നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വായിച്ചു, ഓരോന്നിൻ്റെയും ഇംഗ്ലീഷും കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചില വാക്കുകൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതായിരിക്കും കൂടുതൽ യുക്തം എന്നുള്ളത് കൊണ്ടാണ് അതും കൂടെ ചേർത്ത് പറയുന്നത്. അതാവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ ആ രൂപത്തിലൂടെ എടുക്കുന്നു എന്ന് മാത്രം. ശരി, 2-ാമത്തെ തംരീനിലേക്ക് നമുക്ക് പോകാം. 2-ാമത്തെ തംരീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹർക്കത്തിട്ടത് വളരെ കുറഞ്ഞ വാക്കുകൾക്ക് മാത്രമാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? നേരത്തെ ഹർക്കത്തിട്ട് പലതും നമ്മൾ ഇതിലെ പല വാക്കുകളും ഹർക്കത്തിട്ട് വായിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശരി, എങ്ങനെയാണ് വായിക്കുക? ഇംല, ഫില്ല് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇംല എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക. അൽ ഫറാഗ, ബ്ലാങ്കിനെ, വിട്ട ഭാഗത്തെ ഫില്ല് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഇംല ഇൽ ഫറാഗ ഫീമാ യലി ബിവൽഇ കലിമത്തിൻ മുനാസിബത്തിൻ. ഇംല ഇൽ ഫറാഗ ഫീമാ യലി ബിവൽഇ കലിമത്തിൻ മുനാസിബത്തിൻ. എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ഫില്ലിംഗ് ദി ബ്ലാങ്ക്, പൂരിപ്പിക്കുക. ഫീമാ യലി, താഴെ വരുന്ന ബ്ലാങ്ക് ഇട്ട സ്ഥലത്തെ ഫില്ല് ചെയ്യുക. അതാണ് യലി എന്ന് പറഞ്ഞാൽ താഴെ വരുന്ന. ബിവൽഇ കലിമത്തിൻ മുനാസിബത്തിൻ, യോജിച്ച കലിമത്തുകൾ വെച്ചുകൊണ്ട്. യോജിച്ച കലിമത്തുകൾ, കലിമത്തിൻ മുനാസിബ, യോജിച്ച കലിമത്തുകൾ വെച്ചുകൊണ്ട്. യോജിച്ച കലിമത്തുകൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കുക എന്നർത്ഥം. ശരി, 1-ാമത്തേത് ഡാഷ് ഗനിയുൻ. 1-ാമത്തേത് ഡാഷ് ഗനിയുൻ. അവിടെ എന്താണ്? ഒരാൾ ഗനിയാണ്, റിച്ചാണ് എന്ന് അർത്ഥം വരുന്ന ഒരു കലിമത്തായിരിക്കണം ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. യെസ്. 2-ാമത്തേത് ഡാഷ് ഹുൽവുൻ. ഡാഷ് ഹുൽവുൻ, മധുരമുള്ളതാണ്. ഏതോ ഒന്ന് മധുരമുള്ളതാണ്, സ്വീറ്റ്, മധുരമുള്ളതാണ് എന്നുള്ളതാണ് ആ അർത്ഥം വരുന്ന ഒരു കലിമത്തിനെ അവിടെ നമ്മൾ വെക്കുക. 3-ാമത്തേത് ഡാഷ് മരീലുൻ. മരീലുൻ, ഒരാൾ രോഗിയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവിടെ വായിക്കേണ്ടതുണ്ട്. 4-ാമത്തേത് ഡാഷ് ലദീദുൻ. ലദീദുൻ എന്ന് പറഞ്ഞാൽ രുചികരമായതാണ്, ഡെലീഷ്യസ് എന്നർത്ഥം വരുന്ന. എന്തോ ഒന്ന് ഡെലീഷ്യസ് ആണ് അഥവാ രുചിയുള്ളതാണ്, ആ അർത്ഥമാണ്, ആ അർത്ഥം വരുന്ന കലിമത്തിനെ അവിടെ ചേർക്കുക. 5-ാമത്തേത് ഡാഷ് തൊവീലുൻ. ഏതോ ഒരു വസ്തു തൊവീലാണ്, ലോങ് ആണ്, നീളമുള്ളതാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ അവിടെ ഒരു വാക്കിനെ ചേർക്കണം. 6-ാമത്തേത് ഒരു വസ്തു അത് ഷോർട്ടാണ്, അത് കുറിയതാണ് എന്ന അർത്ഥം വരുന്ന, വലുപ്പം കുറവുള്ളതാണ് എന്നർത്ഥം വരുന്ന ഒരു കലിമത്ത് അവിടെ ചേർക്കേണ്ടതുണ്ട്. ചില വാക്കുകൾക്ക് മലയാളം തന്നെ അധികമായി പറയുന്നത് നമ്മൾ മലയാളം തന്നെ മലപ്പുറം ജില്ലയിലുള്ള ഒന്ന് ആയിക്കൊള്ളണമെന്നില്ല, തെക്കൻ ജില്ലയിൽ വടക്കൻ ജില്ലയിലുള്ളത് ആയിക്കൊള്ളണമെന്നില്ല തെക്കൻ ജില്ലയിൽ. അതുകൊണ്ടാണ് ചില വാക്കുകൾ അധികമായി ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരി, ഇനി നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും, നോട്ട്ബുക്കിലേക്ക് അത് എഴുതിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുകയാണ്. 1-ാമത്തേതിൻ്റെത് എന്താണ് അവിടെ എഴുതിയത്? ഒരു കറക്റ്റ് ഒരു വാക്കെല്ലാവരും എഴുതിക്കൊള്ളണമെന്നില്ല. അവിടെ നമുക്ക് എന്തും ചേർക്കാം. ആ ചേർക്കുന്ന വിഷയത്തിൽ അത് ശരിയാകണമെന്നേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഇവിടെ 1-ാമത്തേതിൽ നമുക്ക് എന്തൊക്കെ ചേർക്കാം?
അത്താജിറു ഖനിയുൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? അത്താജിറു ഖനിയുൻ. ആ ഉത്തരം ശരിയാണോ? ശരിയാണ്. നിങ്ങളതാണോ എഴുതിയത് എങ്കിൽ അത് ശരിയാണ്. ഇവിടെ നമുക്ക് വേറെയും വെക്കാം. അർറജുലു ഖനിയുൻ എന്ന് നമുക്ക് ചേർക്കാവുന്നതാണ്. അർറജുലു ഖനിയുൻ എന്ന് നമുക്കവിടെ ചേർക്കാം. അർറജുലു ഖനിയുൻ ഇവിടെ. അപ്പോൾ നമ്മളത് ആ രീതിയിലൂടെയാണോ? അപ്പോൾ അത്താജിറു എന്നോ അതല്ലെങ്കിൽ നമുക്കവിടെ അർറജുലു എന്നോ, അതുമല്ലെങ്കിൽ നമുക്കവിടെ അൽ മുദർരിസു എന്നൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അർറജുലു ഖനിയുൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ അൽ മുദർരിസു ഖനിയുൻ എന്ന് നമുക്ക് പറയാം. അത്താജിറു ഖനിയുൻ ഇതൊക്കെ നമുക്ക് പറയാം. ഇനിയും ഏതൊക്കെ വാക്കുകൾ അവിടെ ചേർത്താലും ആ വ്യക്തി ഖനിയാണ് എന്ന അർത്ഥം വരുന്ന രീതിയിലേക്ക് വെച്ചാൽ മതി എന്നർത്ഥം. രണ്ടാമത്തേതിൻ്റെ ഉത്തരം അവിടെ എന്താണ്? അസ്സുക്കറു ഹുലുവുൻ. അസ്സുക്കറു ഹുൽവുൻ. വായിച്ചത് ശ്രദ്ധിക്കുക. അസ്സുക്കറു ഹുൽവുൻ. ദ ഷുഗർ ഈസ് സ്വീറ്റ്. പഞ്ചസാര മധുരമുള്ളതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ അസ്സുക്കർ എഴുതാം. അസ്സുക്കർ ഹുൽവുൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാര മധുരമുള്ളതാണ്. ഇനി നമുക്കവിടെ വേറെയും വാക്കുകൾ നമുക്ക് ചേർക്കാവുന്നതാണ്. അടുത്തത് മൂന്നാമത്തേത് ഡാഷ് മരീലുൻ. ഡാഷ് മരീലുൻ. അവിടെ അത്വാലിബ് മരീലുൻ, അൽവലദു മരീലുൻ ചേർക്കാവുന്നതാണ്. അത്വാലിബ് മരീലുൻ, അൽവലദു മരീലുൻ, പിന്നെയോ അൽ മുദർരിസു മരീലുൻ എന്നൊക്കെ നമുക്ക് ചേർക്കാം. നാലാമത്തേത് ലദീദാണ്, രുചികരമാണ്. അവിടെ രുചികരമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമുക്ക് ചേർക്കാം. നേരത്തെ പഠിച്ച വാക്കുകളാണ് ഞാൻ പറയുന്നത്. എല്ലാം ചേർക്കാൻ കഴിയില്ല, അതിന് ചില നിയമങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്ത് ഉപയോഗിക്കാവുന്ന അത്തുഫാഹു ലദീദുൻ, അല്ലേ? അത്തുഫാഹു ലദീദുൻ. ദ ആപ്പിൾ ഈസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ രുചികരമാണ് എന്നർത്ഥം. ആപ്പിൾ രുചികരമാണ്. അൽ മൗസു ലദീദുൻ, പഴം. ദ ബനാന ഈസ് ഡെലീഷ്യസ് നമുക്ക് പറയാം. അഞ്ചാമത്തേത് ഡാഷ് തൊവീലുൻ. അതിൻ്റെ ഉത്തരം അൽ മുദർരിസു തൊവീലുൻ പറയാവുന്നതാണ്. അൽ മുദർരിസു തൊവീലുൻ, അല്ലെങ്കിൽ അർറജുലു തൊവീലുൻ. ദ മാൻ ഈസ് ലോങ്, നീളമുള്ളവനാണ്. അൽ മുദർരിസു തൊവീലുൻ. അത്വബീബു തൊവീലുൻ, ഡോക്ടർ നീളമുള്ളവനാണ്. പറഞ്ഞുകൂടെ? ഇങ്ങനെ നമുക്കവിടെ ആ വാക്കുകൾ ഉപയോഗിക്കാം. ആറാമത്തേത് ഖസീറുൻ എന്നാണ്, ഷോർട്ട്. ദ മാൻ ഈസ് ഷോർട്ട് എന്നർത്ഥം വരുന്ന രീതിയിൽ അർറജുലു ഖസീറുൻ, ആ വ്യക്തി അല്ലെങ്കിൽ അയാൾ. ഖസീറുൻ, അയാൾ പൊക്കം കുറഞ്ഞവനാണ്, ഷോർട്ട്. ആ രൂപത്തിലൂടെ നമുക്ക് പറയാം. ദ മാൻ ഈസ് ഷോർട്ട്. ഖസീറുൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുമ്പോഴാണ് പഠിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുകയുള്ളൂ. അക്കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ തമ്രീനും കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ഇഖ്തർ, ശ്രദ്ധിക്കുക. ഇഖ്തർ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇഖ്തർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. സെലക്ട് ചെയ്യുക. കെലിമത്തൻ, ഒരു വാക്കിനെ. സെലക്ട് എ വേർഡ് എന്നർത്ഥം. മിനൽ ഖായിമത്തി ബി. മിനൽ ഖായിമത്തി ബി എന്താണ്? ബി ലിസ്റ്റിൽ നിന്നുമെന്നാണ്. ഖായിമത്ത് എന്നതിന് ലിസ്റ്റ് എന്നർത്ഥം പറയാം. ബി കോളത്തിൽ നിന്ന് എന്ന് വേണമെങ്കിൽ ആ രൂപത്തിലൂടെയും പറയാം. ബി കോളത്തിൽ നിന്ന് അല്ലെങ്കിൽ ബി ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. തുനാസിബു അൽ കെലിമത്ത, കെലിമത്തിനോട് യോജിക്കുന്ന. അല്ലത്തി ഫിൽ ഖായിമത്തി എ,
എ ലിസ്റ്റിലെ കെലിമത്തിനോട് യോജിക്കുന്ന. എ ലിസ്റ്റ്, അപ്പോൾ അറബിയിൽ അലിഫ്, ഹംസ, അതുപോലെ തന്നെ ബ എന്ന് പറഞ്ഞാൽ അലിഫിൻ്റെ മുകളിൽ ഹംസ ഇട്ട് അതിന് പറയുന്ന വാക്കാണെന്ത്, എ എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബി എന്നുള്ളത് ബ എന്നുള്ള അക്ഷരത്തെ ബി എന്നതിനെയും എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഇംഗ്ലീഷ് ലെറ്ററായ ബിയിനോട് അതെന്ത് ചെയ്യുന്നുണ്ട്, ആ രൂപത്തിലൂടെയാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം എന്താണ്? എന്താണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം? ഇഖ്തർ കലിമത്തൻ മിനൽ ഖായിമത്തി ബി തുനാസിബുൽ കലിമത്തൽ ലത്തീഫിൽ ഖായിമത്തി എ. ബി ലിസ്റ്റിൽ നിന്നും എ ലിസ്റ്റിനോട് യോജിക്കുന്നത് സെലക്ട് ചെയ്യുക. കലിമത്തുകളുടെ ഓരോന്നിൻ്റെയും അർത്ഥം പറയുന്നത് നന്നായിരിക്കുമെന്നുള്ളത് കൊണ്ട് ആ രൂപത്തിലൂടെ വായിച്ചു പോകുന്നു എന്നർത്ഥം. കാരണം ഈ ടെക്സ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു രീതിയിലൂടെയുള്ള വായന തീർച്ചയായും സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. ശരി, എ ലിസ്റ്റിലുള്ളത് എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. എ ലിസ്റ്റിൽ എന്തൊക്കെ? ഒന്ന് അത്വാലിബു, രണ്ടാമത്തേത് അദ്ദുഖാനു, മൂന്നാമത്തേത് അത്തുഫാഹു, നാലാമത്തേത് അൽമാഉ, അല്ലേ, നാലാമത്തേത് അൽമാഉ, അഞ്ചാമത്തേത് അൽ ഹജറു, അതുപോലെ തന്നെ ആറാമത്തേത് അൽ ഖലം. ഇത്രയും വാക്കുകളാണ്, നേരത്തെ പഠിച്ച വാക്കുകളാണിത്. ഓരോന്നിൻ്റെയും അർത്ഥവും നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അർത്ഥം ഇപ്പോൾ ഓരോന്ന് ഞാൻ പറയുമ്പോൾ തംരീനിൻ്റെ ലക്ഷ്യം നിറവേറാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല, നേരത്തെ പഠിച്ചതാണ്. ബി ലിസ്റ്റിലുള്ളത് നോക്കാം നമുക്ക്. ബി ലിസ്റ്റിൽ ഒന്നാമത് കൊടുത്തത് ഏതാണ്? ഒന്നാമത്തത് ലദീദുൻ. ലദീദുൻ കേട്ടതാണ്. മക്സൂറുൻ നമ്മൾ പഠിച്ച വിഷയമാണ്. സഖീലുൻ നമുക്കത് പരിചയമുണ്ട്, അല്ലേ, സഖീലുൻ. മഫ്തൂഹുൻ നമ്മളത് നേരത്തെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച വിഷയമാണത്. അതുപോലെ തന്നെ അഞ്ചാമത്തേത് മരീദുൻ, കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാറുൻ അതും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ശരി, ഇനി ഇത് ഓരോന്നിൻ്റെയും അർത്ഥം നമുക്ക് ചേർത്ത് വെക്കാൻ അർത്ഥം മനസ്സിലാക്കി ഇവ ഓരോന്നും പരസ്പരം അഥവാ എയും ബിയും നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ചേരുംപടി ചേർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. നിങ്ങൾ എഴുതിയതോ ഞാൻ പറയുന്നതും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം നമുക്ക്. ഓരോന്നും നിങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, ഒന്നാമത്തേത് അത്വാലിബു. എന്തായിരുന്നു അർത്ഥം? അത്വാലിബു ദ സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി, അല്ലേ? അതാരാണ്? അത്വാലിബു ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ദ സ്റ്റുഡൻറ്റ്. ഏതാണ് മാച്ചാകുക? മരീലുൻ. മരീലുൻ. ശരി, അത്വാലിബു മരീലുൻ. മരീലുൻ എന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ചേർത്ത് കൊടുക്കുക. അത്വാലിബു മരീലുൻ. അത്വാലിബു മരീലുൻ. ശരി, രണ്ടാമത്തേത് അദ്ദുക്കാനു. അദ്ദുക്കാനു എന്താണ്? ദുക്കാന് എന്നതിൻ്റെ അർത്ഥം ദ ഷോപ്പ്. ഷോപ്പ് അല്ലേ, കട, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ പീടിക എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അല്ലേ, പീടിക, കട എന്നർത്ഥം വരുന്നതാണെന്ത്? അദ്ദുക്കാൻ. നേരത്തെ പഠിച്ചതാണ്, അന്ന് ഞാൻ പീടിക എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. ഏതായിരുന്നാലും അദ്ദുക്കാനു അതിലേക്ക് മേച്ചാകുന്നത് ഏതാണ്? അദ്ദുക്കാനു എന്നതിലേക്ക് മേച്ചാകുന്നത് ഏതായിരിക്കും? മറുഭാഗത്ത് കാണാൻ നമുക്ക് ലദീദ്, മക്സൂർ, സഖീൽ, മഫ്തൂഹൻ, അല്ലേ, മഫ്തൂഹൻ. എന്താണ്? ഓപ്പൺ, കട തുറന്നു വച്ചിരിക്കുന്നു. ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ശരി, മൂന്നാമത്തേത് അത്തുഫാഹു. അത്തുഫാഹു എന്നതിലേക്ക് നിങ്ങൾ ചേർത്ത് വച്ചിട്ടുണ്ടാകുന്നത് ഏതായിരിക്കും? അത്തുഫാഹു ലദീദുൻ, അല്ലേ, ദ ആപ്പിൾ ഈസ് ഡെലീഷ്യസ്. ആപ്പിള് രുചിയുള്ളതാണ്, രുചികരമായതാണ് എന്ന അർത്ഥം. ശരി, അടുത്തതോ? അടുത്തത് അൽമാ ഉ. അൽമാ ഉ എന്നത് അതിലേക്ക് മാച്ചാകുന്നത് ഏതാണ്? അൽമാ ഉ മറുഭാഗത്ത് ലദീദ്, മക്സൂർ, സഖീൽ, മഫ്തൂഹ്, മരീൽ, ഹാറുൻ, അല്ലേ, ഹാറുൻ ചൂടുള്ളതാണ്. യെസ്,
അൽ മാ ഉ ഹാറുൻ. ഇത് തന്നെയല്ലേ നിങ്ങൾ എഴുതിയത് എന്ന് പരിശോധിക്കുക. അഞ്ചാമത്തേത് അൽ ഹജറു. അൽ ഹജറു അൽ ഹജറു സഖീലുൻ അല്ലേ? അൽ ഹജറു സഖീലുൻ. സഖീലുൻ എന്താണ് അതിൻ്റെ അർത്ഥം? ദ സ്റ്റോൺ ഈസ് സഖീൽ, ഹെവി എന്നാണ്. കല്ല് ഭാരമുള്ളതാണ് എന്നർത്ഥം. കല്ല് ഭാരമുള്ളതാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ വിഷയങ്ങൾ. അടുത്തത് അൽ ഖലമു. അൽ ഖലമു എന്താണ്? അതിലേക്ക് ഏതാണ് വെക്കുക? അൽ ഖലമു മക്സൂറുൻ. ദ പെൻ ഈസ് ബ്രോക്കൺ. ദ പെൻ ഈസ് ബ്രോക്കൺ. യെസ്, ഇത്രയുമാണ് ഈ ഒരു തംരീനിലൂടെ നമുക്ക് പരിശീലിക്കുവാനുള്ളത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും എഴുതിയത് ശരിയാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു കൂടുതൽ ഭാഷയിലേക്ക് ഭാഷ പഠിക്കുവാനും അത് പ്രാക്ടിക്കലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചാപ്റ്ററിൽ ഇനി നമുക്കുള്ളത് അൽ കലിമാത്തുൽ ജദീദ. എന്താണ് അതിൻ്റെ അർത്ഥം? അൽ കലിമാത്തുൽ ജദീദതു, ദ ന്യൂ വേർഡ്സ്. ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാകും, ഓരോ ചാപ്റ്ററിലും പുതിയതായി വന്നതായ കലിമത്തുകളെ പ്രത്യേകമായി സെലക്ട് ചെയ്തുകൊണ്ട് അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഷെയ്ഖ് അബ്ദുറഹീം റഹിമഹുല്ല. ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വന്നത്? ഹുൽവുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഓർത്തു നോക്കൂ. ഹുൽവുൻ അതിൻ്റെ അർത്ഥം എന്താണ്? രുചികരമായത് എന്നതാണ്. മധുരമുള്ളത്, സ്വീറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ അർത്ഥം പറയാം അല്ലേ? ശരി. രണ്ടാമത്തേത് മരീലുൻ. മരീലുൻ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സിക്ക്, രോഗി എന്നതാണ് അതിൻ്റെ അർത്ഥം. സിക്ക്, രോഗി. അദ്ദുക്കാനു നമ്മൾ പഠിച്ചതാണ്. അദ്ദുക്കാനു നേരത്തെ പറഞ്ഞു, കട, ഷോപ്പ്, പീടിക, ഈ അർത്ഥമൊക്കെ അതിന് ഉപയോഗിക്കാം. അദ്ദുക്കാൻ. ഖനിയുൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. എന്താണ് ഖനിയുൻ എന്നതിൻ്റെ അർത്ഥം? ഖനിയുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിച്ച്. ഖനിയുൻ എന്നതിൻ്റെ അർത്ഥം ധനികൻ എന്നതാണ്. ത്വവീലുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നീളമുള്ളത്, ലോങ്. ത്വവീലുൻ നീളമുള്ളത്. അടുത്തത് ഫക്കീറുൻ എന്നതിൻ്റെ അർത്ഥമോ? ദരിദ്രൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ദരിദ്രൻ. ഖസീറുൻ എന്നതിൻ്റെ അർത്ഥം ഷോർട്ട്, കുറഞ്ഞത്, വലിപ്പം കുറഞ്ഞത് എന്നർത്ഥം. അത്തുഫാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൾ. അത്തുഫാഹു, ആപ്പിൾ. ഇത്രയും കലിമത്തുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.